Alhamdulillahi Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlilhu fala hadiya lahu. Wa nashhadu an la ilaha illallah wa nashhadu anna Muhammadan abduhu wa rasuluhu arsalahu bil huda wa dinil haqq liyudhhirahu 'ala ad-dini kullihi walau karihal mushrikun. Allahumma salli 'ala Muhammadin wa 'ala ali Muhammad kama sallaita 'ala Ibrahim wa 'ala ali Ibrahim wa barik 'ala Muhammadin wa 'ala ali Muhammad kama barakta 'ala Ibrahim wa 'ala ali Ibrahim fil 'alamin innaka Hamidum Majid. Amma ba'du fa inna khairal hadisi kitabullah wa khairal hadiy Muhammadin sallallahu alayhi wa sallam wa sharral umuri muhdathatuha wa kullu muhdathatin bid'ah. Ya ibadallah, usikum wa iyaya awwalan bitaqwallah. A'udzu billahi minasy syaithanir rajim. Bismillahirrahmanirrahim. Wala ta'kulu amwalakum bainakum bil batili wattudlu biha ilal hukami lita'kulu fariqam min amwalin nasi wa fariqam min amwalin nasi bil ithmi wa antum ta'lamun. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. ബഹുമാന്യരായ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തഖ്വ പുലർത്തി ജീവിക്കണമെന്ന് പരിശുദ്ധ റമദാനിലൂടെ നാം ആർജിച്ച തഖ്വ ഇനിയുള്ള 11 മാസക്കാലത്തെ ജീവിതത്തിലും നിലനിർത്തണമെന്ന്, നമ്മുടെ ജീവിതത്തിലേക്ക് അതിനെ ലയിപ്പിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശ്വാസികളെ, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുതിബ അലൽ ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ തന്നെ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖികളായി തീരാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന റമദാനെ കുറിച്ചുള്ള, നോമ്പിനെ കുറിച്ചുള്ള പ്രതിപാദനങ്ങൾ അത് അവസാനിച്ചിട്ട് അതിനിടയിൽ ദുആയെ കുറിച്ച് പറയുന്നുണ്ട്. അതൊക്കെ പറഞ്ഞ് അത് നോമ്പിനെ കുറിച്ചുള്ള മുഴുവൻ ഭാഗങ്ങളും പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് പിന്നെ ആദ്യമായി പറയുന്ന കാര്യം ഇതാണ്: വലാ തഅകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, നിങ്ങൾക്കിടയിൽ അന്യായമായിട്ട് പണം തിന്നരുത്. വതുദിലു ബിഹാ ഇലൽ ഹുക്കാമി, നിങ്ങൾ ഭരണാധികാരികളെ അല്ലെങ്കിൽ വിധികർത്താക്കളെ സമീപിക്കുകയും ചെയ്യരുത്, അവർക്ക് ഇട്ടുകൊടുക്കരുത്. എന്തിന്? ലിതഅകുലു ഫരീഖം മിൻ അംവാലിൻ നാസി ബിൽ ഇസ്മ, നിങ്ങൾ ജനങ്ങളുടെ ധനത്തിന്റെ ഒരു പങ്ക് അന്യായമായിട്ട് തിന്നാൻ വേണ്ടി വഅന്തും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട്. ഈ പറയുന്നതിന്റെ അർത്ഥം 2 കാര്യങ്ങളാണ്. ഒന്ന്, കൈക്കൂലി കൊടുത്തിട്ട് വിധി നമുക്ക് അനുകൂലമായി തെറ്റായ കാര്യത്തിന് വേണ്ടി വിധി സമ്പാദിക്കരുത് എന്നതാണ്. മറ്റൊന്ന്, നമ്മളുടെ ഭാഗത്ത് ഒരുപക്ഷെ ആധാരമോ പ്രമാണമോ രേഖയോ ഉണ്ടാകും, പക്ഷെ അത് തെറ്റായിരിക്കും. സാങ്കേതികമായി നമ്മുടെ പക്ഷത്തതുണ്ട്. ആ തെറ്റായ രേഖ ഉപയോഗിച്ച് നമ്മൾ കോടതിയിൽ വിധികർത്താവിന്റെ മുമ്പിൽ വാദിച്ച് നമുക്കനുകൂലമായി വിധി നേടുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ അവകാശിയായിരിക്കില്ല, നമ്മളുടെ എതിർകക്ഷിയായിരിക്കും അതിന്റെ അവകാശി. ഇങ്ങനെ നിങ്ങൾ ചെയ്യരുത്. ഈ 2 അർത്ഥവും അതിന് ഉണ്ട്. എന്തുകൊണ്ടാണ് പരിശുദ്ധ റമദാനെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിച്ച ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം പറയുന്നത്? ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു: നിങ്ങൾ എൻ്റെ അടുത്ത് 2 കക്ഷികൾ ഒരു പ്രശ്നവുമായിട്ട് വരുന്നു. ഒരാൾ അതിൽ കൂടുതൽ വാചാലതയുള്ള ആളായിരിക്കും,
എന്നിട്ട് അയാൾ പറഞ്ഞ് തെറ്റായ ഒരു കാര്യം എന്നെ ബോധ്യപ്പെടുത്തുന്നു, ഞാൻ അയാൾക്ക് അനുകൂലമായിട്ട് വിധിക്കുന്നു എങ്കിൽ കിതാത്തും മിനന്നാർ, നരകത്തിന്റെ ഒരു കഷ്ണവും കൊണ്ടാണ് അവൻ പോയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക എന്ന് റസൂല് പറയുന്നുണ്ട്. നഹ്നു നഹ്കുമു ബില്ലവാഹിർ, പ്രത്യക്ഷം വെച്ചിട്ടാണ് ഞാൻ വിധിക്കുന്നത്, അതിന്റെ അപ്പുറത്തുള്ളത് എനിക്കറിയില്ല. അള്ളാഹുവിന്റെ റസൂലിനും അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന പ്രത്യേകമായ കാര്യങ്ങളിലല്ലാതെ ഗൈബ്, അദൃശ്യമായ കാര്യങ്ങൾ അറിയില്ല എന്നതിന്റെ തെളിവ് കൂടിയാണ്. അപ്പൊ ഇതെന്തുകൊണ്ടാണ് റമദാനെ കുറിച്ച് പറഞ്ഞ ഉടനെ ഈ കാര്യം പറയുന്നത്? അതിനകത്ത് വലിയ ഒരു യുക്തിയുണ്ട്. എന്താ റമദാൻ? കഴിഞ്ഞ നമ്മളിപ്പോ പിന്നിട്ടുകൊണ്ടിരിക്കുന്ന 30 ദിനരാത്രങ്ങൾ അല്ലെങ്കിൽ അതിന്റെ പകലുകൾ, അതിൽ നേരത്തെ റമദാൻ അല്ലാത്ത സമയത്ത്, ഇനി നാളെ മുതൽ ഉള്ള സമയങ്ങളിൽ നമുക്ക് ഹലാലായത് ഈ നമ്മൾ പിന്നിടുന്ന 30 പകലുകളിൽ നമുക്ക് ഹറാം ആയിരുന്നു. പകലിൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, വെള്ളം കുടിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞു. പക്ഷേ അതിൻ്റെ ഒരു വെളിച്ചമുണ്ട്, അതിൻ്റെ ഒരു സന്ദേശമുണ്ട്. അതിതാണ് റമദാനില് അള്ളാഹു അനുവദിച്ചതും നിങ്ങൾക്ക് നിഷിദ്ധമായിരുന്നു. നാളെ ചൊവ്വാലൊന്നോടുകൂടി അതില്ല. പക്ഷേ ഇനിയുള്ള ജീവിതത്തിൽ അള്ള നിഷിദ്ധമാക്കിയത് നിഷിദ്ധമാണ്. അതിനെക്കുറിച്ചുള്ള നല്ല ഓർമ്മ ഇനി അങ്ങോട്ടുള്ള പോക്കിൽ, മുന്നോട്ട് പോക്കിൽ, സഞ്ചാരത്തിൽ നമുക്കുണ്ടാവണം. ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാവും, തർക്കം ഉണ്ടാവും, വാശിയുണ്ടാവും. അപ്പോ തന്റെ കാര്യം ജയിപ്പിക്കാൻ അല്ലെങ്കിൽ അന്യായമായിട്ട് എന്തെങ്കിലും നേടാൻ നിങ്ങൾ തെറ്റായ പ്രമാണം ഉണ്ടാക്കുകയോ മികച്ച വക്കീലിന് പണം കൊടുത്ത് കാര്യം നേടുകയോ ചെയ്യാൻ ശ്രമിക്കരുത് എന്നതാണ്. അഥവാ ഇതുവരെ നിങ്ങൾക്ക് ഹലാലായതും ഹറാമായിരുന്നു, അത് അവസാനിച്ചിരിക്കുന്നു. പക്ഷേ ഇനി ഹറാമായത് ഹറാമാണ്. അതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടാകേണ്ടുന്ന ഒരു സന്ദർഭമാണിത് എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം ഇവിടെ പറയുന്നതിന്റെ അർത്ഥം. നോമ്പ് ഒരു പരിശീലനമാണ്, വെറുതെ നോമ്പല്ല. നമ്മളൊരു ട്രെയിനിങ്ങിലൂടെ കടന്നു പോവുകയായിരുന്നു. അറബിയില് ഫർസുൻ സ്വാഇമുൻ എന്നൊരു പ്രയോഗമുണ്ട്. ഫർസുൻ സ്വാഇമുൻ എന്ന് പറഞ്ഞാൽ, ഫർസു എന്ന് പറഞ്ഞാൽ കുതിര, സ്വായിമ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന അർത്ഥം അല്ലെങ്കിൽ പൊതുവെ അറിയപ്പെട്ട അർത്ഥം നോമ്പുള്ളയാളെന്നാണ്. പക്ഷെ ഫർസുൻ സ്വായിമൻ എന്ന് പറഞ്ഞാൽ നോമ്പെടുത്ത കുതിര എന്നല്ല അർത്ഥം. കുതിര നോമ്പെടുക്കാറില്ല. ഫർസുൻ സ്വായിമൻ എന്ന് പറഞ്ഞാൽ പരിശീലനം സിദ്ധിച്ച ട്രെയിൻഡായ കുതിര എന്നാണ്. നോമ്പ് എന്ന് പറഞ്ഞാൽ പരിശീലനമാണ്. അള്ളാഹു ഒരു കാര്യം വേണ്ട, അത് വെടിയണം എന്ന് പറഞ്ഞാൽ അത് വെടിയാനുള്ള കരുത്ത് നേടിയെടുക്കാനുള്ള പരിശീലനമാണ് നോമ്പ്. അതുകൊണ്ടാണ് കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലൽ ലദീന മിൻ ഖബലികും ലഅല്ലകും തത്തഖൂൻ എന്ന് പറഞ്ഞത്. നമ്മൾ മുത്തഖികളായി തീരാനാണ് നോമ്പ്. തഖ്വയുടെ പരിശീലന പരിപാടിയാണ്, പ്രോഗ്രാമാണ്, പദ്ധതിയാണ് നോമ്പെന്ന് പറയുന്നത്. നമ്മൾ പരിശീലനം പൂർത്തിയാക്കി നാളെ പാസ് ഔട്ടിന് നിൽക്കാൻ പോകുന്നവരാണ്. 30 ദിവസത്തെ പരിശീലനം ഇന്ന് രാത്രിയോടുകൂടി മഗ്‌രിബോടുകൂടി നമ്മൾ പൂർത്തിയാക്കുകയാണ്. പക്ഷെ ആ ട്രെയിനിങ് നമ്മളിൽ ഉണ്ടോ എന്ന് ഏത് ട്രെയിനിങ് കഴിഞ്ഞു പോകുന്ന സമയത്തും നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം അതാണ്. അത് നമ്മളിൽ ഉണ്ടോ? ആ ട്രെയിനിങ് നമ്മൾ നേടിയിട്ടുണ്ടോ? അത് ട്രെയിനിങ് ഫലപ്പെടേണ്ടത് ജീവിതത്തിലാണ്. ട്രെയിനിങ്ങിന്റെ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണമെന്നില്ല. അതൊരു വെളിച്ചമാണ്. ജീവിതത്തിൽ എപ്പോഴൊക്കെ ഇരുട്ടുണ്ടോ അപ്പോഴൊക്കെ ആ വെളിച്ചം നമുക്ക് ഉപകാരപ്പെടണം. ആ ട്രെയിനിങ് ആവശ്യമായി വരുന്ന സമയത്തല്ല. എന്താ തഖ്വ? ഇംതിസാലു അവാമിരിഹി വജ്തിനാബു നവാഹി. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടപ്പിലാക്കലും അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കലുമാണ് തഖ്വ. അതിനുള്ള കരുത്ത് നമ്മളിൽ ഊട്ടിയുറപ്പിക്കാനാണ് നമുക്ക് നോമ്പ് നൽകിയത്. ആ കരുത്ത് നമ്മളിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം നമ്മൾ റമദാനിൽ നിന്ന് പിരിഞ്ഞു പോകാൻ. നമ്മൾ ആരും നോമ്പിനെ ഇബാദത്ത് ചെയ്തവരല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ട സന്ദർഭത്തിലോ
റസൂല് മരിച്ചിട്ടില്ല. ആരെങ്കിലും റസൂല് മരിച്ചു എന്ന് പറഞ്ഞാൽ അവന്റെ തല ഞാൻ എടുക്കുമെന്ന് വികാരത്താൽ അന്ധനായി വന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു അന്ന് വിവേകത്തിന്റെ ഭാഷയിൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, മൻ കാന യഅബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത് മൻ കാന യഅബുദു അല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്. ആരെങ്കിലും മുഹമ്മദിനാണ് ഇബാദത്ത് ചെയ്തതെങ്കിൽ മുഹമ്മദ് മരണപ്പെട്ടു പോയിരിക്കുന്നു. ആരെങ്കിലും അല്ലാഹുവിനാണ് ഇബാദത്ത് ചെയ്തതെങ്കിൽ അല്ലാഹു എന്നും ജീവിച്ചിരിക്കുന്നവനാണ്, മരിക്കാത്തവനാണ് എന്ന് പറഞ്ഞതിന്റെ ഒരു തുടർച്ചയായിട്ട്, അതിന്റെ പാരഡിയായിട്ട് ഇന്ത്യ കണ്ട ഏറ്റവും വിശ്രുതനായ ഇസ്ലാമിക പണ്ഡിതൻ അബുൽ ഹസൻ അലി നദ്വി ഇതുപോലുള്ള അലീമിയാൻ ഇതുപോലുള്ള ഒരു സന്ദർഭത്തിൽ, റമദാനിന്റെ അവസാനത്തെ സന്ദർഭത്തിൽ മുസ്ലിം സമൂഹത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മൻകാന യഅബുദു റമദാന ഫഇന്ന റമദാന ഖദ് മളാ. ആരെങ്കിലും റമദാനിനാണ് ഇബാദത്ത് ചെയ്തതെങ്കിൽ റമദാൻ കഴിഞ്ഞു പോയി. നമ്മൾ ശരിക്കും ആലോചിക്കണം, നമ്മൾ അല്ലാഹ്ക്കാണോ ഇബാദത്ത് ചെയ്തത്, റമദാനിനാണോ ഇബാദത്ത് ചെയ്തത്? വിഗ്രഹാരാധകരുടെ, ബഹുദൈവ വിശ്വാസികളുടെ പല വിഗ്രഹങ്ങളിൽ, ദൈവങ്ങളിൽ ഒരു ദൈവമായിട്ട് നമ്മൾ റമദാനിനെയും കൊണ്ട് നടന്നതാണോ? നമ്മൾ റമദാനെ പേടിച്ചതാണോ, അല്ലാഹനെ പേടിച്ചതാണോ? അതുകൊണ്ട് ആരെങ്കിലും റമദാനിനാണ് ഇബാദത്ത് ചെയ്തതെങ്കിൽ അത് കഴിഞ്ഞു പോയിരിക്കുന്നു. പക്ഷെ മൻകാന യഅബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്. ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ് ഇബാദത്ത് ചെയ്തതെങ്കിൽ അല്ലാഹു ജീവിച്ചിരിപ്പുണ്ട് റമദാനിന് ശേഷവും. അവൻ മരിക്കാത്തവനും എന്നുമെന്നും ജീവിച്ചിരിക്കുന്നവനുമാണ് എന്ന് അബുൽ ഹസൻ അലി നദ്വി പറഞ്ഞത് നമ്മൾ ഈ സമയത്ത് ഓർമ്മിക്കേണ്ടതാണ്. റമദാൻ അവസാനിക്കുന്ന ഈ സമയത്ത് നമുക്കുണ്ടാവേണ്ട ഒരു ബോധം, ഒരു വിചാരം, ഒരു വികാരം, നമ്മുടെ ഈ നോമ്പ് പടച്ചോൻ സ്വീകരിക്കണം. നോമ്പും അതിനോടനുബന്ധമായ നമ്മുടെ അമലുകളുമെല്ലാം അല്ലാഹു സ്വീകരിക്കണം എന്ന ബോധമാണ്. കഅബാലയം പടുത്തുയർത്തിയിട്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമയും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമയും അത് പടുത്തുയർത്തി അല്ലെങ്കിൽ പുനർനിർമ്മിച്ചിട്ട് നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പടച്ചവനെ, ഇത് ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണം. അല്ലാഹ് പറഞ്ഞിട്ട്, അല്ലാഹ് പറഞ്ഞ സ്ഥലത്ത്, അല്ലാഹ് പറഞ്ഞ പോലെ അള്ളാന്റെ പള്ളി ഉണ്ടാക്കിയതാണ്. എന്നിട്ടും അള്ളാഹിനോട് അവർ പറയുന്നത് എന്താ? പടച്ചവനെ, ഇത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം. സ്വീകരിക്കലും സ്വീകരിക്കാതിരിക്കലും അള്ളാഹുവിന്റെ അടുത്ത് മാത്രമുള്ള കാര്യമാണ്. അല്ലെ, ആപ്ലിക്കേഷൻ ഫോമുകളുടെ അടിയിൽ നമ്മൾ കാണലില്ലേ, ഫോർ ഓഫീസ് യൂസ് ഓൺലി. അവിടെ നമുക്കൊരു അവകാശവും ഇല്ല. ഇത് അള്ളാന്റെ മാത്രം കയ്യിലുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഏറ്റവും നന്നായി ഫില്ല് ചെയ്യാം, പക്ഷേ ബാക്കി അള്ളാന്റെ അടുത്താണ്. അപ്പൊ അള്ളാഹിനോട് നമുക്ക് പറയാനുള്ളത്, പടച്ചവനെ ഇത് സ്വീകരിക്കണം. നമ്മുടെ സലഫുസ് സാലിഹീങ്ങള് ഒരു വർഷത്തിന്റെ ആദ്യത്തെ പകുതി ഭാഗം ഞങ്ങൾ നോറ്റ നോമ്പ് പടച്ചവനെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ചവരും, ബാക്കി പകുതി ഭാഗം ഞങ്ങളെ നോമ്പിലേക്ക്, അടുത്ത റമദാനിലേക്ക് ഞങ്ങളുടെ ആയുസ്സിനെ നീട്ടിയിട്ട് തരികയും ഞങ്ങൾക്ക് നോമ്പില് ഇബാദത്തുകൾ ചെയ്യാൻ തൗഫീഖ് നൽകുകയും ചെയ്യണേ എന്ന് ദുആ ചെയ്തവരായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഇല്ലെങ്കിലുള്ളൊരു കുഴപ്പമുണ്ട്, നമ്മൾ നോമ്പൊക്കെ എടുത്ത് നമ്മളിപ്പോൾ വളരെ സംതൃപ്തരാണ്, ആ സംതൃപ്തി ന്യായവുമാണ്. പക്ഷെ ആ സംതൃപ്തിക്കിടയിലും ഇത് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നത് അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് അള്ളാഹിനോട് നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഇതെന്ത് ന്യായമാണ് എന്നൊരു പക്ഷെ നമ്മൾ ആലോചിക്കും. അല്ലെ, നമ്മൾ അള്ളാഹ് പറഞ്ഞ പോലെയൊക്കെ ചെയ്തു, എന്നിട്ട് അത് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ നമുക്കറിയില്ല. അതിന് വേറെ ദുആ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതെന്ത് ന്യായമാണ്? അതാണ് ന്യായം. ഇല്ലെങ്കിലുള്ള കുഴപ്പം എന്താ അറിയോ? പണ്ടൊരാള് അഹങ്കാരമില്ലാതാകാൻ വേണ്ടിയിട്ട് ഒരുപാട് സാധനകൾ ചെയ്തു. അയാളുടെ എല്ലാ അഹങ്കാരവും ഇല്ലാതായി. പിന്നെ അയാളുടെ അഹങ്കാരം എന്താന്ന് ചോദിച്ചാല്, എനിക്കൊരു അഹങ്കാരവും ഇല്ല എന്നതാണ് അയാളുടെ അഹങ്കാരം. ഈ ഒരു പ്രതിസന്ധിയിൽ, ഈ ഒരു വിഷമവൃത്തത്തിൽ നമ്മൾ ചെന്ന് ചാടും. ഇതല്ല ഒരു വിശ്വാസിയുടെ സ്വഭാവം. അള്ളാഹു തന്നെ ഇത് നമ്മളിൽ നിന്ന് സ്വീകരിക്കണം എന്നതാണ്. സൂറത്ത് മുഅ്മിനിലെ 60-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു കാര്യമുണ്ട്, വല്ലദീന യൂതൂന മാ ആതു വഖുലൂബുഹും വജില. അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകുന്നവർ, പക്ഷെ അവരുടെ ഹൃദയം ഇങ്ങനെ പ്രകമ്പിതമാവുകയാണ്. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. അവര് അവരുടെ റബ്ബിലേക്ക് മടക്കപ്പെടുന്നവരാണെന്ന് ആലോചിച്ചിട്ട് ഹൃദയം പ്രകമ്പനം കൊള്ളുന്നവരാണവർ. അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ നൽകുന്നവരാണ്,
പക്ഷെ അപ്പോഴും അവരുടെ ഹൃദയം ഞങ്ങൾ അള്ളാഹുവിലേക്ക് നാളെ മടക്കപ്പെടുന്നവരാണല്ലോ എന്ന് ഭയന്നിട്ട് വിചാരത്താൽ പ്രകമ്പനം കൊള്ളുന്നവരാണ്. ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവരാണ് നന്മയിൽ മുന്നേറുന്നവർ. വഹും ലഹാ സാബിഖൂൻ, അവരാണ് അതിൽ വിജയം വരിക്കുന്ന ആളുകൾ, അതിന് പരിശ്രമിക്കുന്നവരും വിജയിക്കുന്നവരും അവരാണ്. ഈ ആയത്തിനെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, റസൂലെ, ഇത് കള്ളു കുടിക്കുകയും വ്യഭിചരിക്കുകയും കളവ് നടത്തുകയും ഒക്കെ ചെയ്തിട്ട് അങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരെ കുറിച്ചാണോ അള്ളാഹ് ഈ പറഞ്ഞത്? റസൂല് പറഞ്ഞു, യാ ഇബ്നത്തി സിദ്ദീഖ്, സിദ്ദീഖിന്റെ മകളെ, അതിനെ കുറിച്ചല്ല, മറിച്ച് അള്ളാഹുവിന് യഥാർത്ഥത്തിൽ തന്നെ ഇബാദത്തുകൾ ചെയ്യുന്ന, നോമ്പെടുക്കുന്ന, നിസ്കരിക്കുന്ന, സദഖ ചെയ്യുന്ന, സകാത്ത് കൊടുക്കുന്ന, ഹജ്ജ് ചെയ്യുന്ന ആളുകളെ കുറിച്ച് തന്നെയാണ് ഈ പറയുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴും അവരുടെ ഹൃദയത്തില് ഇത് ഞങ്ങളുടെ നാളെ പടച്ചോന്റെ മുമ്പിലേക്ക് ചെല്ലേണ്ടവരാണ്, പടച്ചോന്റെ അടുത്ത് ഇതിന്റെ ഒരു അവസ്ഥ എന്താണ് എന്നതിനെ കുറിച്ച് ബേജാറ് കൂടിയുള്ളവരാണ്. അത് മാത്രമുള്ളവരാണെന്നല്ല, നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് അല്ലാഹു സ്വീകരിക്കും. ആ സന്തോഷവും സംതൃപ്തിയും നമുക്കുണ്ട്. നാളെ പെരുന്നാളില് ആ സംതൃപ്തിയും സന്തോഷവും ഒക്കെയാണ് നമ്മൾ പങ്കിടാൻ പോകുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ ഇത് സ്വീകരിക്കപ്പെടുമോ എന്ന് പറയുന്ന ഒരു വികാരം കൂടി നമുക്കുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അതിനുവേണ്ടി ഇനിയുള്ള സമയങ്ങളിൽ നമ്മൾ ചെയ്ത ഇബാദത്തുകൾ അത് പടച്ചവനെ നീ സ്വീകരിക്കണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം എന്ന്, അല്ലെങ്കിൽ എന്റെ നോമ്പ്, എന്റെ അമലുകള് അതെല്ലാം നീ സ്വീകരിക്കണേ തമ്പുരാനെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന സന്ദർഭം കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ റമദാനിൽ ചെയ്ത എല്ലാ അമലുകളും നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. അതിന്റെ എല്ലാ പ്രതിഫലങ്ങളും ലഭിക്കാനും അങ്ങനെ നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ ഈ നോമ്പ്, ഈ പരിശുദ്ധ റമദാൻ നമുക്ക് അനുകൂലമായിട്ട് സാക്ഷി പറയുന്ന നോമ്പുകാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമ്മൾ പാരായണം ചെയ്ത പഠിച്ച പരിശുദ്ധ ഖുർആനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, അത് ഹുജ്ജത്തുൽ ലക ഔ അലൈക, ഖുർആൻ ഒന്നുകിൽ നിങ്ങൾക്ക് അനുകൂലമായ സാക്ഷിയായിരിക്കും, അല്ലെങ്കിൽ എതിരായ സാക്ഷിയായിരിക്കും. ഖുർആനിന് നമ്മുടെ കാര്യത്തിൽ ഒരു നിഷ്പക്ഷ ന്യൂട്രലായ നിലപാടില്ല. ആ ഖുർആൻ നാളെ പരലോകത്ത് നമ്മൾ തറാവീഹിൽ ഓതിയ കേട്ട ഖുർആൻ, നമ്മൾ ഓതിയ ഖുർആൻ മാത്രമല്ല, മൻ സ്വാമ റമദാൻ ഈമാനൻ വഹ്തിസാബൻ ഗഫറ ലഹു മാ തഖദ്ദമ മിൻ ദബ്ബിഹി, ആരെങ്കിലും റമദാൻ മാസത്തിൽ ഈമാനോടെയും പ്രതിഫലച്ചയോടെയും നോമ്പെടുത്താൽ അവരുടെ കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. മൻ ഖാമ റമദാൻ ഈമാനൻ വഹ്തിസാബൻ ഗഫറ ലഹു മാ തഖദ്ദമ മിൻ ദബ്ബിഹി, അതേ സ്വരത്തിൽ സ്വഭാവത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ആരെങ്കിലും റമദാൻ മാസത്തിൽ ഈമാനോടെയും പ്രതിഫലച്ചയോടുകൂടിയും നിന്ന് നമസ്കരിച്ചാൽ അവരുടെ കഴിഞ്ഞു പോയ പാപങ്ങൾ പൊറുക്കപ്പെടും. അതുകൊണ്ട് നമ്മളുടെ തറാവീഹ് നമസ്കാരങ്ങൾ, അതിൽ ഖുർആന്റെ പാരായണമുണ്ട്, അല്ലാഹുവിനുള്ള നമസ്കാരമുണ്ട്. രണ്ട് വളരെ പ്രധാനപ്പെട്ട ഇബാദത്തുകൾ ഒരുമിച്ച് ചേരുന്ന അപൂർവമായ പ്രത്യേകതയുള്ള ഒരു ഇബാദത്തായിരുന്നു തറാവീഹ് നമസ്കാരം എന്ന് പറയുന്നത്. അല്ലാതെയും നമ്മൾ ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ട്, ഖുർആൻ പഠിച്ചിട്ടുണ്ട്. അപ്പോ ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ നമുക്ക് ഹുജ്ജത്തുൽ ലനാ, ഖുർആൻ നമുക്ക് അനുകൂലമായിട്ട് സാക്ഷി പറയുന്ന ഖുർആനിന്റെ ആളുകളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആനിനെ നമ്മുടെ ഹൃദയത്തിന്റെ വസന്തമാക്കി അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. അല്ലാഹുമ്മ അജ്അലിൽ ഖുർആന റബീഅ ഖുലൂബിനാ യാ റബ്ബൽ ആലമീൻ. ലോകം വളരെ അശാന്തമായ അവസ്ഥകളിലൂടെ കടന്നു പോവുകയാണ്. യുദ്ധത്തെ കുറിച്ച് അല്ലാഹു പറയുന്ന ഒരു കാര്യമുണ്ട്, അവര് യുദ്ധത്തിന്റെ തീ കൊളുത്താൻ ശ്രമിക്കുമ്പോഴെല്ലാം അല്ലാഹു കെടുത്തിക്കളയുകയാണ് ചെയ്യുന്നത് എന്ന മദീനയിൽ ആയുധ കച്ചവടക്കാരായിരുന്ന ജൂതന്മാരെ മുൻനിർത്തിയിട്ട് അല്ലാഹു പറയുന്നുണ്ട്. അല്ലാഹു ഈ യുദ്ധത്തിന്റെയും അഗ്നിയെ കെടുത്തിക്കളയുകയും അതിന് നല്ല ആക്തിവത്ത് പര്യവസാനം നൽകുകയും മർച്ചിതരെ അല്ലാഹു സഹായിക്കുകയും ലോകത്തിന് നല്ല അവസ്ഥ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ
صيامنا وقيامنا وسائر أعمالنا إنك أنت التواب الرحيم. أستغفر الله لي ولكم ولجميع المؤمنين والمؤمنات إنه هو الغفور الرحيم.